പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ശരിക്കും ഇപ്പം എന്താ വെച്ചാൽ 2 വീഡിയോ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒത്തിരി ഇഷ്ടമായി എന്നറിയണതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം കുറേ ആൾക്കാർ ആൺമക്കളെ വളർത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓർത്തു ആൺമക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ അറിയേണ്ട ഒരു 4 കാര്യങ്ങളെ പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് വീഡിയോയാണ് വേണ്ടതെന്നൊക്കെ പറയാൻ മറക്കരുത്. അഗെയിൻ സെപ്റ്റംബർ 9th വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ആ റിച്വൽ ചെയ്യുകയും അവരുടെ ലൈഫിൽ അവർക്ക് ഒത്തിരി സന്തോഷവും ആ ഒരു ഫ്രീഡം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോയൊക്കെ ഇട്ട് മെസ്സേജുകൾ ഒത്തിരി പേര് അയച്ചു. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും ഈ ഒരു ആക്ഷൻ കാണുകയും നിങ്ങൾ ഓരോ വീഡിയോസ് കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് പറയുമ്പോഴുണ്ടല്ലോ, അതെനിക്ക് തരുന്ന സന്തോഷത്തിന് അതിരില്ല. കാരണം ഓരോ വീഡിയോയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എടുക്കുന്നു. നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ നോളജിനെ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ അത്രയും വ്യത്യാസം വരുന്നു എന്ന് ഓരോ ദിവസവും നിങ്ങൾ വന്നിട്ട് എന്നോട് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഓരോ വീഡിയോസിനും ഒരർത്ഥമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ, നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എൻ്റെ ഈ ഒരു വീഡിയോകൾക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ നൽകുന്ന ആ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോ ആൾക്കാരും നൽകുന്ന പ്രാർത്ഥനകൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിക്കുന്നത് ആൺമക്കളെയൊക്കെ വളർത്തുമ്പോഴത്തേക്കും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോണൊരു കാര്യമുണ്ട്. മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മൾക്ക് കിട്ടുന്ന ഭാഗ്യമൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചില മാതാപിതാക്കളൊക്കെ വർത്താനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ പറയുന്ന കാര്യമുണ്ട്. മക്കളായിട്ടൊക്കെ ജനിക്കുന്നത് നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുമ്പോഴേ, അപ്പം ഞാൻ എപ്പോഴും പറയും ഒരിക്കലും അങ്ങനെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. അവർ നമ്മുടെ കോപ്പി ക്യാറ്റ്സ് ആണ്. അപ്പോൾ ഒരു ആൺകുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണോ, അവൻ്റെ ലൈഫിനെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യണത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവൻ നാളെ ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡ് ആവുന്നു, അവനൊരു അച്ഛനാകുന്നു. എഗെയിൻ ഏറ്റവും വലുതായിട്ടെന്ന് പറഞ്ഞാൽ അവൻ ഈ ഒരു കൺട്രിയിലെ ഏറ്റവും നല്ലൊരു സിറ്റിസണായിട്ട് മാറുമ്പോൾ അവൻ എങ്ങനെ അവൻ്റെ ജീവിതത്തെ എങ്ങനെ ശരിക്കും ക്രമപ്പെടുത്തണം, അവൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ ഫോം ചെയ്യണത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ പല മനുഷ്യരും അത് മറന്നു പോകാറുണ്ട്. കാര്യം എന്താ, ഞാൻ അവനെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടു, ഏറ്റവും നല്ല പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ IIT വിട്ടു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തതിൻ്റെ കണക്കുകളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വിചാരിക്കും, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, എന്തുകൊണ്ട് അവൻ്റെ കല്യാണം ഇത്ര ആഘോഷമായിട്ട് നടത്തിയില്ലേ, അവൻ്റെ എല്ലാ ഇഷ്ടത്തിന് ഞാൻ നിന്നു കൊടുത്തില്ലേ, ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ അവനോട് നടത്തിയത്, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പാരൻസ് എപ്പോഴും മനസ്സിലാക്കുക, ഒരു ആൺകുട്ടി പെണ്ണുങ്ങളോട് ബഹുമാനം കാണിക്കണം അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയൊരു റോൾ മോഡൽ ആരാന്നറിയാമോ? അവൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയും തന്നെയാണ്, മാതാപിതാക്കളാണ്. അപ്പോൾ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛൻ ശരിക്കും പെങ്ങളോട് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അമ്മയെ എങ്ങനെ കാണുന്നു, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ അവൻ്റെ ജീവിതത്തിലെ കുടുംബത്തിലുള്ള സ്ത്രീകളോട് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് 24/7 കോപ്പി എടുക്കുവാണ്. നിങ്ങൾ ആലോചിക്കും, ഈ കൊച്ചല്ലേ അവന് വല്ലതും മനസ്സിലായോ എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞ് നിങ്ങൾ പറയണതൊന്നും കേൾക്കില്ല, പക്ഷെ നിങ്ങൾ ചെയ്യണ ഓരോ പ്രവൃത്തിയില്ലേ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത്ര ഒരു മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കോപ്പി ചെയ്യണോണ്ട് എന്താ സംഭവിക്കണേ, ആ അച്ഛൻ അമ്മയെ അല്ലെങ്കിൽ അമ്മാമ്മേനെ അല്ലെങ്കിൽ അയാളുടെ സിബ്ലിങ്ങിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണുണ്ട്, എല്ലാവരും നന്നായിട്ട് ട്രീറ്റ് ചെയ്യണുണ്ടെങ്കിലുണ്ടല്ലോ, ഉറപ്പായിട്ട് ഈ കുഞ്ഞ് എന്ത് ചെയ്യും, ഈ കുഞ്ഞും സെയിം തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അവൻ ഏറ്റവും നല്ല രീതിയിലേക്ക് അവൻ്റെ പങ്കാളിക്ക് വാല്യൂ കൊടുക്കും, നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യും, സ്നേഹിക്കും, സപ്പോർട്ട് ചെയ്യും, എവറിത്തിങ്. അവൻ പോണ സ്ഥലത്ത് കൊളീഗ്സിനോട് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യും.
ഒരു രീതിയിലും മോശമായിട്ടുള്ള ഒരു കാര്യവും അവൻ ചെയ്യൂല. ഫ്രണ്ട്സിനോട് അവൻ ആ ബൗണ്ടറി കീപ്പപ്പ് ചെയ്യും. ഏത് പെണ്ണിനെ അവൻ മീറ്റ് ചെയ്താലും അവരോട് റെസ്പെക്ട്ഫുൾ ആവും. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ആരാ? വീട്ടിലെ അച്ഛനാണ്. അപ്പൊ അച്ഛനെ എങ്ങനെ ചെയ്യുന്നു അത് തന്നെ അവൻ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ആൺകുട്ടികള് എപ്പോഴും നമ്മൾ ആൺപിള്ളേരെ പറ്റി പറയുമ്പോൾ പറയണത് എന്താണെന്നറിയാമോ? എന്റെ ആൺകുട്ടിയാണ് നീ കരയാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഞാൻ പറയണത് വെച്ചാൽ ആണും പെണ്ണും എന്ന് പറഞ്ഞ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്. അവർക്ക് വിഷമം വരും, അവർക്ക് സങ്കടം വരും, അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ വരും, അവർക്ക് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ പല കാര്യങ്ങളും അവരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളൊക്കെ വരും. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവന് ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് കരയാതിരിക്കാനോ അല്ലെങ്കിൽ അവന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് വീട്ടിലെ അച്ഛനും അമ്മയും കൊടുത്തില്ലെങ്കിൽ അവന്റെ ലൈഫ് പോവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവനൊരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അവനൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ അവന്റെ സന്തോഷം, ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് വീടുകളിൽ തന്നെ മാതാപിതാക്കൾ അലവ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ വളരെയധികം ഇമോഷണലി സ്ട്രോങ് ആവും, എംപത്തറ്റിക് ആവും, കൈൻഡ് ആവും. ഒരു ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ നമുക്ക് വളർത്താൻ പറ്റും. മറിച്ച് ആ കുഞ്ഞിനെ ഒരു എക്സ്പ്രസ് ചെയ്യാതെ അവനിങ്ങനെ സപ്രസ് ചെയ്താണ് അവനെ വളർത്തണമെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാമോ? ആ കുഞ്ഞ് അവന്റെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ വീട്ടിൽ ആ ഒരു ഫ്രീഡം അവൻ എന്തായാലും അവൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളത് കൊടുത്താണ് വളർത്തണമെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞായിട്ട് വളരുള്ളൂ. കാര്യം പല ആൾക്കാർ ചോദിക്കില്ലേ, അവന് നല്ല ജോലിയുണ്ട്, ഇത്രയും ഡിഗ്രി ഉണ്ട്, നല്ല പങ്കാളിനെയാണ് കിട്ടിയത്, പക്ഷെ അവൻ എന്തുകൊണ്ട് കയറി തൂങ്ങി? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ ആ കുഞ്ഞിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മോൻ പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ വളരെ നല്ല രീതിയിൽ സപ്പോർട്ടഡ് ആയിട്ട് വളർന്ന പയ്യൻ പെട്ടെന്ന് ലണ്ടനിലേക്ക് മൂവ് ഔട്ട് ചെയ്യണു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. ഈവൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹയർ സ്റ്റാൻഡേർഡിലുള്ള യൂണിവേഴ്സിറ്റി. അവന് ആ ഒരു സിസ്റ്റവുമായിട്ട് എല്ലാം ഫോറിൻ പിള്ളേർ, ടോട്ടലി ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പയ്യന് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവന് നല്ല രീതിയിലേക്ക് സപ്പോർട്ട് കൊടുക്കുകയും അവൻ്റെ ആ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ, അവൻ്റെ പെയിനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫോണിൽ പോലും വിർച്വലി ശരിക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഒക്കെ കൊടുത്ത് അവനെ ബാലൻസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവൻ ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അവൻ തന്നെ ഗ്രോത്തിലേക്ക്, ആ പെയിനെ അവന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പഠിപ്പിക്കണേ, അപ്പം നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണേ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവനെ ഒന്ന് ക്രൂസിഫൈ ചെയ്തെങ്കിൽ ചിലപ്പോൾ അവൻ ആ പാസ്സാവാതെ തന്നെ തിരിച്ചു പോകുന്നതിന്. മറിച്ച് അവനെ അവനായിട്ട് മനസ്സിലാക്കാനും അവന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞങ്ങളുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൊടുക്കാനും ഒക്കെ റെഡി ആയപ്പോൾ എനിക്ക് തോന്നുന്നു അവനൊരു ജോലി കിട്ടാൻ തന്നെ 500 ജോബ്സ് അവന് അപ്ലൈ ചെയ്യേണ്ടി വന്നു, 500 ജോലി. അപ്പോൾ പല സ്ഥലത്തും ഈ ജോലി അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ മാത്രമായിരുന്നു. അപ്പോൾ ലൈഫിൽ ക്യാമ്പസ് സെലക്ഷനിൽ നേരെ ജോലി കിട്ടി, അത്രയും സെറ്റായിട്ട് കോളേജിൽ നിന്ന് ബിടെക് കഴിഞ്ഞിട്ട് ഇൻഫോസിസിൽ വർക്ക് ചെയ്ത ഒരാൾ നേരെ 1-2 ജോലി കിട്ടിയ ആൾക്ക് ഈ ഒരു ഒന്ന് അവൻ മൈഗ്രേറ്റ് കൺട്രി ശരിക്കും വേറെയാണ്. എഗെയിൻ അവൻ അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ആ സമയത്ത് നീ ഒരു ജോലിക്കും പോവണ്ട, നിനക്ക് ഞങ്ങളിവിടെ ഉണ്ട്, നീ ഫുള്ള് മാക്സിമം നിനക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലികൾ അപ്ലൈ ചെയ്യുക, എന്ത് റിജക്ഷൻ വന്നാലും നിനക്ക് ഞങ്ങളുണ്ട് എന്നുള്ള ഒരു തോൾ അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ കൊണ്ട് ആ ശക്തി കൊടുത്തപ്പോഴുണ്ടല്ലോ, ആ കുഞ്ഞിന് 2 വീക്സിൽ എനിക്ക് തോന്നുന്നു അവന് ഓരോ ദിവസവും അവനോട് തന്നെ അവൻ യുദ്ധം നടത്തി. ഇന്നലത്തെ കരോളിൽ നിന്ന് ഇന്നത്തെ കരോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കുറേ നോ എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് അവൻ എത്താൻ പറ്റി. ആ ജോലി കയറിയിട്ട് അവന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പല സമയത്തും 12-14 മണിക്കൂർ അവന് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവൻ ആ സ്ട്രഗിൾസിനെയൊക്കെ എന്തായിട്ട് മാറ്റി. അത് അവൻ മനസ്സിലായി, എൻ്റെ ലൈഫിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ യൂട്ടിലൈസ് ചെയ്യണം. ഞാനിപ്പോൾ ജോലിയുടെ ഏറ്റവും ലോവർ ഗ്രേഡിലാണ് കയറിയേക്കണത്. അപ്പം ഞാൻ ഇത്രയും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ജോലി എടുക്കുമ്പോൾ
ഞാൻ പണിയെടുത്തേ പറ്റൂ. കാര്യം എന്താ, ഞാൻ സ്കിൽഡ് ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1000 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം. ഒരു 1000 അവേഴ്സ് എങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്കൊരു അത്യാവശ്യം ഒരു ശരാശരി സൈബർ സെക്യൂരിറ്റിയിലൊക്കെ ഒരു ശരാശരി ഒരു കഴിവുള്ള ഒരാളായിട്ട് മാറുള്ളൂ. അപ്പം ഞാൻ വർക്ക് ചെയ്തേ പറ്റൂ. ഈ ഒരു വർക്ക് ചിലപ്പോൾ പൈസയ്ക്കല്ല ഞാൻ വർക്ക് ചെയ്യണേ, എക്സ്പീരിയൻസിനാണ്. അപ്പം ആ ഒരു ബോധ്യത്തിൽ ആ ഒരു ചലഞ്ചിനെ അവൻ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസം കഴിയുന്നതിന് എൻ്റെ ബ്രെയിൻ വഴങ്ങാൻ തുടങ്ങി, അവൻ്റെ ലൈഫ് എഫേർട്ട്ലെസ് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ മാതാപിതാക്കളോട് പറയണതെന്നറിയാമോ, ആൺകുഞ്ഞുങ്ങളും മനുഷ്യരാണ്, അവർക്കും വികാരങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവന് ഇതൊക്കെ അവൻ്റെ ഒരു പ്രായത്തിൽ അവന് വേണ്ടതാണ്. അപ്പോൾ അവൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനും അവനായിട്ട് ജീവിക്കാനും അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഒക്കെ ഉള്ള രീതിയിലേക്ക് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് അവൻ്റെ ലൈഫിൽ അവന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ, ആൺമക്കളെയൊക്കെ വളർത്തുമ്പോഴേ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുക്കണം. പലപ്പോഴും നമ്മൾ പറയും ആണും പെണ്ണും ഈക്വലാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾക്ക് ആ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരേണ്ടത് എവിടെയാണ്? വീട്ടിലാണ്. കാര്യം വീട്ടിലെ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ കുക്കിംഗ് ആവാം, ക്ലീനിങ് ആവാം, വീട്ടിലെ ഓരോ ജോലികളും ആൺകുഞ്ഞുങ്ങളെ കൂടി കൂട്ടിയിട്ടുണ്ടല്ലോ ചെയ്യിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ എന്ത് പഠിക്കുന്നു? അവൻ കുഞ്ഞു അപ്പം അമ്മയ്ക്കൊന്ന് വയ്യാതെ കിടന്ന അവൻ ആ വീട്ടിലെ കഞ്ഞിയും കറിയൊക്കെ വയ്ക്കാൻ തുടങ്ങും. അവൻ അമ്മയെ ഒന്ന് പരിചരിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവന് മനസ്സിലാകും അവൻ്റെ ലൈഫിൽ ആണിനല്ല പെണ്ണിനും ഇതൊക്കെ രണ്ടുപേർക്കും വഴങ്ങണ കാര്യമാണ്. കാര്യം എന്താ, നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഓരോ പെൺപിള്ളേരും 10-18 മണിക്കൂറൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. കാര്യം എന്താ, അവർക്ക് ഓഫീസിൽ പോയി വർക്ക് ചെയ്യണം. ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പണി ചെയ്ത് നടുപൊടിയാണ്. അപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യും? ആ സോഫയിൽ ഇരുന്നിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവരിരുന്ന് TV കാണും, അവരാസ്വദിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ഇക്വാലിറ്റി വീട്ടിൽ കൊണ്ടുവന്ന അവൻ്റെ അച്ഛൻ നന്നായിട്ട് അമ്മയെ സഹായിക്കുന്നുണ്ട്, അമ്മയുടെ കാര്യങ്ങളിൽ എല്ലാത്തിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് എന്ത് മനസ്സിലാക്കുമെന്നറിയാമോ? ഞാനും ഇങ്ങനെയാണ് വളരേണ്ടതെന്നുള്ളത് വളരെ നന്നായിട്ട് ആ കുഞ്ഞിന് മനസ്സിലാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യേണ്ടത്, ഇക്വാലിറ്റി ഒക്കെ ബിൽഡ് ചെയ്യേണ്ടത് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും നല്ലൊരു പാർട്ണർഷിപ്പിലാണ് പോണത്. അവരുടെ ജീവിതത്തിൽ അവർ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ നന്നായിട്ട്, ഇപ്പം ഫിനാൻസ് പലപ്പോഴും ആണുങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ ഫിനാൻസ് വഴങ്ങുള്ളൂ എന്നാണ്. എൻ്റെ ചിന്ത എങ്ങനെയാണെന്നറിയാമോ, ആണിനേക്കാൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് പറ്റും. കാര്യം എൻ്റെ ഹസ്ബൻഡിനേക്കാൾ നന്നായിട്ട് മണിയെ ഗ്രോ ചെയ്യിക്കാൻ, മണിയെ മാനേജ് ചെയ്യാൻ, നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നല്ല മിടുക്കിയാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാർക്കും പഴയൊരു മിത്തുണ്ട്, ആണ് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ ഫിനാൻസ് ഗ്രോ ചെയ്യുള്ളൂ. ഒന്നുമില്ല. അപ്പം നമ്മളുടെ ലൈഫിൽ മക്കളെ ഇങ്ങനെ, ആൺകുട്ടികളെ ഇങ്ങനെ ഒരു ഈക്വൽ ആയിട്ടാണ് വളർത്തണമെങ്കിൽ എന്താ ഗുണമെന്നറിയാമോ, അവൻ്റെ ഫ്യൂച്ചർ ഫാമിലിയെ വളരെ നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് ഈക്വലായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കുഞ്ഞു കാര്യത്തിനും പറ്റും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബാങ്കിൽ എംപ്ലോയി ആണ് അമ്മ. ഹസ്ബൻഡ് അച്ഛൻ ശരിക്കും ഒരു ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ അച്ഛൻ ഏറ്റവും നല്ല രീതിയിൽ, അമ്മയ്ക്ക് വെറുതെ കുക്ക് ചെയ്താൽ മതി, അച്ഛനെ എല്ലാം അരിഞ്ഞു കൊടുക്കും, എല്ലാം മീൻ വെട്ടിക്കൊടുക്കും, വീടടിക്കും, ഇതൊക്കെ അച്ഛൻ നന്നായിട്ട് ചെയ്യും. കാര്യം അറിയുമോ, അച്ഛന് രാവിലെ തൊട്ട് ഉച്ചവരെ അന്ന് സ്കൂളിൽ വർക്കുള്ളൂ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പക്ഷെ അമ്മ വരുമ്പോൾ 5 മണി കഴിയും. അപ്പം ഈ ഒരു സമയത്ത് ഈ 5 മണിക്ക് 4 മണിക്ക് ഏറ്റവും ആദ്യം വന്നത് ജെയ്മോനാണ്. അപ്പോൾ ജെയ്മോൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ജെയ്മോൻ പോയിട്ട് ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കും, അച്ഛനും അമ്മയും വരുമ്പോഴത്തേക്ക് പെങ്ങൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ടാണ് അവൻ വളർന്നത്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു കൈവേദനയൊക്കെ വന്നപ്പോഴും അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ പുള്ളി കഞ്ഞി വെക്കാൻ തുടങ്ങി, അത്യാവശ്യം കറികൾ വെക്കാൻ തുടങ്ങി, റെസ്പോൺസിബിളായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പല സമയത്തും ഞങ്ങൾക്ക് എപ്പോഴും ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്കാരൊക്കെ ഇല്ലാത്തൊരു സമയം വന്ന കോവിഡിലാണ്. അപ്പോൾ ഈ ഒരു കോവിഡിൽ എന്ത് സംഭവിച്ചു, ജയ്മോൻ വളരെ നല്ല രീതിയിൽ എന്നേക്കാൾ നന്നായിട്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, തുണി കൊണ്ട് മെഷീനിൽ നിന്ന് എടുത്തിട്ട് അലക്കുക, മടക്കി വെക്കുക,
ചായ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചോറിട്ട് ഇടുക, കറി വന്നിട്ട് ഞാൻ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ, അല്ലെങ്കിൽ കറിക്ക് അരിഞ്ഞു തരിക, ഇതെല്ലാം വീട് തുടയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം ചെയ്യണ ലെവലിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് മാറാനായിട്ട് അത് സഹായിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായിട്ട് ആൺപിള്ളേർ വരണമെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയും തന്നെ അവരിങ്ങനെ പഠിപ്പിക്കണം. അല്ലാതെ വലുതായി കഴിയുമ്പോൾ അവനെല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അവന് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ സ്പൂണിൽ കോരി കൊടുത്ത്, എൻ്റെ മോൻ ഒന്നും ചെയ്യണ്ട, എൻ്റെ മോൻ്റെ ജീവിതം മുഴുവൻ ഞാനങ്ങ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ലൈഫ് തന്നെയാണ് നിങ്ങൾ നശിപ്പിക്കണമെന്ന് മനസ്സിലാക്കുക. അപ്പം അവൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ അച്ഛനാണ് അവൻ്റെ ഫസ്റ്റ് റോൾ മോഡൽ. അപ്പം ഒരു ബോയുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അച്ഛനാകുമ്പോൾ അച്ഛനെ ഇങ്ങനെ പെരുമാറുന്നു, അച്ഛൻ്റെ ജോലിയിൽ അച്ഛൻ എത്ര റെസ്പോൺസിബിൾ ആണ്, എത്ര സ്കിൽഡ് ആണ്, എത്ര ഹാർഡ് വർക്കിംഗ് ആണ്. എഗെയിൻ അച്ഛൻ്റെ ഒരു കോർ വാല്യൂസ് എന്താണ്? ഹോണസ്റ്റ് ആയിട്ട് ഒരാളാണോ? ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? എഗെയിൻ റെസ്പെക്ട്ഫുൾ ആണോ? എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ റെസ്പെക്ട് ചെയ്യണു, നൈബേഴ്സിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണു, കൊളീഗ്സിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണു, ആ ഒരു മൂല്യബോധമുള്ള ഒരാളാണോ? എഗെയിൻ ഡിസിപ്ലിൻ ഉണ്ടോ? ഇതൊക്കെ കുഞ്ഞ് നോക്കും. അപ്പൊ അവന് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ആരാണ്? അച്ഛൻ്റെ ക്യാരക്ടറാണ്. അപ്പൊ അതാണ് അവൻ്റെ ഫൗണ്ടേഷനായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഓരോ അച്ഛന്മാരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ മക്കൾ ഏറ്റവും നന്നായിട്ട് വളരണമെങ്കിൽ നിങ്ങളെ കണ്ടിട്ടാണ് അവർ വളരണത്. അപ്പൊ നിങ്ങൾ വളരെ നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പങ്കാളിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എഗെയിൻ അവർക്ക് വേണ്ടിയിട്ട് എന്നും ഇമോഷണൽ സപ്പോർട്ടാവാം, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണേലുള്ള സപ്പോർട്ടാവാം, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഫിനാൻസിൻ്റെ കേസിലായിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ടും ആ കുഞ്ഞു എന്തായിട്ട് മാറും? വലുതാകുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് അവൻ വളർന്നു വരും. അപ്പം ഇതെല്ലാം നമ്മളുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ പലപ്പോഴും ആൾക്കാർ വിചാരിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഏതൊരു ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് അവളുടെ തലയിലേക്ക് വെച്ചിട്ട് അവളുടെ കുഴപ്പമാണ്. കല്യാണം കഴിക്കുന്നത് വരെ ഉണ്ടല്ലോ, എൻ്റെ മോൻ ഭയങ്കര അടിപൊളിയായിരുന്നു, ഇവളെ കെട്ടി പിറ്റേ ദിവസം പോയി. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പെണ്ണിനെ കെട്ടിയാലും ഉണ്ടല്ലോ ഒരാണും മോശമൊന്നും ആവില്ല. കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആ കുഞ്ഞ് എത്ര വർഷം നിങ്ങളുടെ കൂടെ നിൽക്കണു, നിങ്ങളുടെ വീട്ടിൽ എന്താണോ അവൻ ശീലിക്കണത് അതാണ് അവൻ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട്, റെസ്പോൺസിബിളായിട്ട്, ഇമോഷണലി സ്ട്രോങ് ആയിട്ട് ഒരു ഹാർമണിയിലാണ് ആ കുഞ്ഞിനെ വളർത്തുന്നതെങ്കിൽ, അവൻ അങ്ങനെയുള്ളൊരു വീട്ടിലാണ് വളരണതെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞ് ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെല്ലാവർക്കും അഭിമാനമുള്ള രീതിയിൽ, അവന് തന്നെ അഭിമാനമുള്ള രീതിയിൽ, സമൂഹത്തിന് ഗുണമുള്ള രീതിയിലേക്ക് അവൻ മാറും. അപ്പോൾ എപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്തറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ നാട്ടുകാർ വളർത്തുമെന്നോ ടീച്ചർ വളർത്തുമെന്നോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു മണ്ടം പണിയാന്നാണ് എൻ്റെ ഒരു മകനെ വളർത്തിയ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യൂ തോന്നണുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ മകൻ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതുക, ഐ റേസ് മൈ സൺ റൈറ്റ്. അപ്പോൾ എല്ലാ പാരൻസും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. കാര്യം പല ആൾക്കാരും ഈ പല കാര്യങ്ങളും നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്യണേ. നെഗ്ലക്ഷൻ കൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി 100% എടുക്കുകയും നമ്മളുടെ ജീവിതം അവർക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് റോൾ മോഡലായിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ പാരൻസിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഇപ്പം നിങ്ങൾ മക്കളാണ് ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ, നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങൾ അത്ര സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക. കാര്യം എന്താണ്? ഓരോ അച്ഛനും അമ്മയും ഇത് അറിയണം. കാര്യം അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമല്ല ചെയ്യേണ്ടത്. പല ആൾക്കാരുടെയും വിചാരം നല്ല ബൈക്ക് മേടിച്ചു കൊടുത്താൽ, അവൻ്റെ കല്യാണം ലക്ഷങ്ങൾ കൊടുത്ത് മുടക്കിയാൽ, അല്ലെങ്കിൽ നല്ല കോഴ്സ് എടുത്താൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ളതല്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ജീവിക്കുന്ന റോൾ മോഡൽസാണ്. നിങ്ങൾ എന്താണോ ചെയ്യണത് അത് ആ കുഞ്ഞുങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ മക്കളെ ഏറ്റവും നന്നായിട്ട് വളർത്തേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇന്ന് ഞാനൊരു ബ്ലാക്ക് സാരിയൊക്കെ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. അത്ര പുതിയ സാരിയൊന്നുമല്ല, ഒരു 10 വർഷം പഴയ സാരിയാണ്. അപ്പോൾ എന്തായാലും ഈ സാരി ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കരുത്. കമ്മല് ശരിക്കും എനിക്ക് തോന്നുന്നു, മാലയും കമ്മലൊക്കെ എനിക്ക് തോന്നുന്നു ഏതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. അതും എൻ്റെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.